കാവിക്കോടി പിടിച്ച ഭാരതാംബ ചിത്രത്തെ ചൊല്ലിയുള്ള ഗവർണർ സർക്കാർ പോരും അതിലിടപെട്ട് തെരുവിൽ സമരം ചെയ്യുന്ന CPIM-ന്റെ വിദ്യാർത്ഥി യുവജന സംഘടനകളും മാത്രമാണ് 2-3 ദിവസമായി സംസ്ഥാന രാഷ്ട്രീയത്തിലെ സജീവ വാർത്ത. അതിനിടയിൽ ഇന്നിപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയം ഇടം പിടിച്ചത് ശശി തരൂർ വഴിയാണ്. അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്റെ പേര് ശുപാർശ ചെയ്യുന്ന സർവേ ഫലം ഇന്നലെ എക്സിൽ പങ്കിട്ട് തരൂർ ഒരു എൻട്രിക്ക് ശ്രമിച്ചെങ്കിലും കോൺഗ്രസ് നേതാക്കൾ ആരും അതിൽ കൊത്തിയില്ല. ഇന്നിപ്പോൾ 2 ദിവസം മുമ്പ് പ്രോജക്ട് സിൻഡിക്കേറ്റ് എന്ന വെബ്സൈറ്റിൽ എഴുതിയ അടിയന്തരാവസ്ഥ വിരുദ്ധ ലേഖനം കയറിക്കൊളുത്തി. അത് വലിയ വാർത്തയായി. ഗാന്ധി കുടുംബത്തിനും 75-ലെ ഇന്ദിരാ സർക്കാരിനുമെതിരെ ആ ലേഖനത്തിൽ തരൂർ ഇനി ഉപയോഗിക്കാൻ വാക്കുകളൊന്നുമില്ല. ഹീനം, ഭയാനകം, ഇരുണ്ട ദിവസങ്ങൾ, സ്വേച്ഛാധിപത്യകാലം. അതോടെ കോൺഗ്രസ് നേതൃത്വം കൂടോടെ ഇറങ്ങി. ഇന്നത്തെ കണക്കടക്കം തീർത്തു പ്രതികരിച്ചു. കോൺഗ്രസിന് പുറത്തേക്ക് വഴിവെട്ടുകയാണോ തരൂർ? മുഖ്യമന്ത്രിയാകാൻ യോഗ്യനെന്ന സർവേ ഫലം പങ്കുവച്ചതിന് പിന്നാലെ കേരളത്തിലെ കോൺഗ്രസ് ഒന്നടങ്കം തരൂരിനെതിരെ വഴിയെടുത്തു. തട്ടിക്കൂട്ട് സർവേ ഫലങ്ങൾ ആർക്കും സൃഷ്ടിക്കാമെന്നും യാഥാർത്ഥ്യം അങ്ങനെയാകില്ല എന്നും ഇന്ന് നേതാക്കൾ പ്രതികരിച്ചു. തരൂർ വിഷയത്തിൽ മുസ്ലിം ലീഗും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ഒപ്പമാണ്. നമുക്ക് ചില പ്രതികരണങ്ങൾ കാണാം. ഇഷ്ടംപോലെ സർവേ എല്ലാ ദിവസവും വരുന്നുണ്ട്. നമ്മൾ ചിലത് കാണും, നമ്മൾ ചിലത് കാണില്ല. ഇതേതാന്ന് എനിക്ക് മനസ്സിലായില്ല. ആ സർവേക്കകത്ത് ഒരു വിശ്വാസ്യതയില്ലാത്ത സർവേയാണ്. അതാരോ കുക്ക് ചെയ്തുണ്ടാക്കിയ സർവേയാണ്. അതിന് എനിക്ക് വിശ്വാസമില്ല. പങ്കുവെച്ചു എന്നുള്ളത് കൊണ്ട് അതിന് അദ്ദേഹത്തിന് തലവെട്ടിക്കളയാൻ പറ്റത്തില്ല. അത് പറ്റില്ല. അത് തീരുമാനം എടുക്കേണ്ടവർ അവർ തീരുമാനിച്ചോളൂ. അദ്ദേഹം ഏത് പാർട്ടിയാണെന്ന് അദ്ദേഹം തന്നെ ആദ്യം തീരുമാനിക്കണം. അതിനുശേഷം മറ്റു കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ മതിയല്ലോ. ഞാൻ UDF-ന് ഭൂരിപക്ഷം കിട്ടിയാൽ UDF-ൻ്റെ നോമിനി മുഖ്യമന്ത്രിയാവും. അത് കേരളത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരുപാട് നേതാക്കന്മാർ UDF-ലുണ്ട്. കോൺഗ്രസിന് വേണ്ടി വിറക് കിട്ടുന്നവരും വെള്ളം കോരികളുമായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട്. അതിലൊരാൾ മുഖ്യമന്ത്രിയാവും. നല്ലത്. അദ്ദേഹത്തിന് ഇത്രയും ആളുകൾ മുഖ്യമന്ത്രിയാവണം എന്ന് സർവേയിൽ വന്നു. പക്ഷെ നാളെ ഇപ്പോൾ പ്രധാനമന്ത്രിയാകാൻ ആരാണ് ഏറ്റവും കൂടുതൽ അർഹൻ എന്നൊരു സർവേ നടത്തിയാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പേരും വരും. സർവേകൾ ധാരാളം വരും, പല രൂപത്തിലും രൂപത്തിലും ഒക്കെ വരും. അതിലൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് UDF-ലെ പ്രധാന ഘടകകക്ഷികളിൽ ഒന്നാണ്. ആ UDF എടുക്കുന്ന കൂട്ടായ തീരുമാനത്തിൻ്റെ കൂടെയാണ് മുസ്ലിം ലീഗ് ഉണ്ടാവുക. തരൂർ തീരുമാനിച്ചുറപ്പിച്ചു തന്നെയാണോ? അടിയന്തരാവസ്ഥയും ഇന്ദിരാഗാന്ധിയെയും അതിരൂക്ഷമായി വിമർശിച്ചാണ് ശശി തരൂരിന്റെ ലേഖനം പുറത്തു വന്നത്. ഈ ലേഖനം പ്രസിദ്ധീകരിച്ചത് ചൊവ്വാഴ്ച പ്രോജക്ട് സിൻഡിക്കേറ്റ് എന്ന വെബ്സൈറ്റിലാണ്. അടിയന്തരാവസ്ഥയുടെ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് എന്ന തലക്കെട്ടിലാണ് ലേഖനം. നേരത്തെ പറഞ്ഞതുപോലെ ഹീനമെന്നും ഭയാനകമെന്നും ഇരുണ്ട കാലമെന്നും തുടങ്ങി കടുത്ത വാക്കുകൾ ഉപയോഗിച്ച് തന്നെയാണ് ഈ ലേഖനത്തിലെ വിമർശനങ്ങളെല്ലാം പോകുന്നത്. ആ കാലത്തുള്ള ഭീകരത എണ്ണിപ്പറയുന്നുണ്ട് തരൂർ. അടിയന്തരാവസ്ഥക്കാലം അന്യായ തടങ്കലുകളുടെയും തടങ്കൽ പീഡനങ്ങളുടെയും കാലമാണ്. മനുഷ്യാവകാശ ലംഘനങ്ങളും അമിതാധികാര പ്രയോഗവും ഇന്ദിരാ സർക്കാർ നടപ്പാക്കി. 21 മാസക്കാലം മൗലികാവകാശങ്ങൾ ഇല്ലാതാക്കി. മാധ്യമങ്ങളുടെ വാ മൂടിക്കെട്ടി. ഇന്ദിരാ സർക്കാർ രാഷ്ട്രീയ വിയോജിപ്പുകളെ ക്രൂരമായി അടിച്ചമർത്തി. കടുത്ത സമ്മർദ്ദത്തിന് നീതിന്യായ വ്യവസ്ഥയ്ക്ക് പോലും വഴങ്ങേണ്ടി വന്നു. അടിയന്തരാവസ്ഥക്കാലത്ത് ഭരണഘടനാ മൂല്യങ്ങൾ കഠിനമായി പരീക്ഷിക്കപ്പെട്ടു. അച്ചടക്കവും കാര്യക്ഷമതയും കൈവരാൻ അടിയന്തരാവസ്ഥ വേണം എന്ന് ഇന്ദിരാഗാന്ധി ശഠിച്ചു. സഞ്ജയ് ഗാന്ധി നിർബന്ധിത വന്ധ്യംകരണമെന്ന ക്രൂരത നടപ്പിലാക്കി. ചേരികൾ പൊളിച്ചു. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യം ശ്വാസമടക്കി പിടിച്ചിരുന്നു എന്നും തരൂർ പറയുന്നു. 50 വർഷത്തിന് ശേഷവും ഇന്ത്യയുടെ ഓർമ്മയിൽ കഠിനമായ ആ കാലമുണ്ട്. അരാജകത്വത്തിന് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ആത്മാവ് തന്നെ വില കൊടുക്കേണ്ടി വന്നു. അടുത്ത അവസരത്തിൽ തന്നെ ഇന്ത്യൻ ജനത ഇന്ദിരയെ അധികാരത്തിൽ നിന്ന് ഇറക്കി എന്നും പറയുന്നു ഈ ലേഖനത്തിൽ. അടിയന്തരാവസ്ഥ ഒരു മുന്നറിയിപ്പാണ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് ലേഖനം അവസാനിപ്പിക്കുന്നത്. അടിയന്തരാവസ്ഥ വാർഷികം ചരിത്രപരമായ വിലയിരുത്തലിനുള്ള അവസരമാണ്. ഇന്നത്തെ ഇന്ത്യ 1975-ലെ ഇന്ത്യ അല്ല. കൂടുതൽ ആത്മവിശ്വാസമുള്ള ദൃഢമായ ജനാധിപത്യ രാജ്യമാണ് എന്നുകൂടി ശശി തരൂർ പറഞ്ഞു വയ്ക്കുന്നു. 3 പാഠങ്ങളാണ് അടിയന്തരാവസ്ഥയിൽ നിന്ന് ഇന്ത്യ പഠിക്കേണ്ടത്. അടിയന്തരാവസ്ഥ കാലത്തെ മുന്നിൽ നിന്ന് ഇന്ത്യ ഈ 3 പാഠങ്ങൾ പഠിക്കണമെന്ന ലേഖനത്തിൽ വിശദീകരിക്കുന്നത് വിവരസ്വാതന്ത്ര്യവും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനവും ജനാധിപത്യത്തിൽ പരമപ്രധാനമാണ് എന്ന ഒരു കാര്യമാണ്. ജനാധിപത്യം ഒരു സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നു. അമിതാധികാരമുള്ള എക്സിക്യൂട്ടീവിന് ജനാധിപത്യത്തെ അപകടത്തിലാക്കാനാകും എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഈ ലേഖനത്തിൽ ശശി തരൂർ. ഇതെല്ലാമാണ് ഡേറ്റാ ഷീറ്റിലെ വിവരങ്ങൾ. സരീഷേ, ഇതിപ്പോൾ തരൂർ ആദ്യമായല്ല കോൺഗ്രസ് നേതൃത്വത്തെ അലോസരപ്പെടുത്തുന്ന ഒരു വിഷയവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കഠിനമായ പദങ്ങളിൽ, ഒരുപക്ഷെ മുമ്പ് പ്രയോഗിച്ചിട്ടുള്ളതിനേക്കാൾ കഠിനമായ പദങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തെ അപ്പാടെ ഇളക്കുന്ന, അവരെ ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലുള്ള ഒരു ലേഖനം കൂടി പുറത്തു വന്നിരിക്കുന്നു. ഇപ്പോൾ ഇന്നലെ ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും യോഗ്യൻ തരൂരാണ് എന്നുള്ള ഒരു സർവേ ഫലം തരൂർ തന്നെ പങ്കുവച്ച്
അല്ലെങ്കിൽ വാർത്തയേ ആകുകയില്ലാത്ത ഒരു സർവേ ഫലത്തിന് ആധികാരികത കൊടുത്തു ശശി തരൂർ. അതിനുശേഷം ഇപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഈ ലേഖനം വീണ്ടും വാർത്തയാവുന്നത്. ഒരുപക്ഷെ ലേഖനം മുമ്പേ വന്നതാണ്, ഇത് വാർത്തയാവാൻ കാരണം ഇന്നലത്തെ സർവേ ഫലം കൂടിയായിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും തരൂരിൻ്റെ ലേഖനത്തെ നോക്കുമ്പോൾ, ലേഖനം ഇങ്ങനെ വായിച്ചു നോക്കിയാൽ വളരെ മികച്ച ഒരു ലേഖനമാണ്. മാത്രമല്ല, ഈ അടിയന്തരാവസ്ഥയെ വിലയിരുത്തിക്കൊണ്ട് മറ്റാരും എഴുതിയ ഏതെങ്കിലും ഒരു ലേഖനത്തെക്കാൾ മികവ് കാട്ടുന്ന, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഭാഷയിലുള്ള അദ്ദേഹത്തിൻ്റെ ജ്ഞാനമൊക്കെ കൃത്യമായി പ്രകടമാവുന്ന തരത്തിലുള്ള ഒരു ലേഖനം. ആ നിലയ്ക്കല്ലേ അദ്ദേഹത്തെ അഭിനന്ദിക്കാം. പക്ഷേ എന്തിനാണ് എങ്ങോട്ടാണ് ശശി തരൂരിൻ്റെ ചാട്ടം എന്നുള്ളതാണ് നമ്മൾ തീർച്ചയായും ആലോചിക്കേണ്ടത്. നിശ്ചയമായിട്ടും. അതായത് ഇത് ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ വലിയ വാർത്തകൾ മാത്രം, ഏറ്റവും വലിയ കോമഡി ഉണ്ടാക്കുന്ന ആളായിട്ട് ശശി തരൂർ മാറിയിരിക്കുകയാണ്. അതായത് ഇന്നലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി, ഇന്ന് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ വിമർശകൻ, നായകനും വില്ലനുമായിട്ട് ഒരേ സമയത്ത് അഭിനയിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന കമലഹാസനെ പോലുള്ള താരങ്ങളെയാണ് അദ്ദേഹം ഈ ദിവസങ്ങളിൽ ഓർമ്മിപ്പിക്കുന്നത്. അതായത് ഇന്നലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാകാനുള്ള ആഗ്രഹം, ഇന്ന് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ വിമർശകൻ. അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമാണ്. ബി ജെ പിയിലേക്ക് ചാടുമോ എന്ന മട്ടിൽ ബി ജെ പി ലൈനിൽ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എവിടെയാണ് അദ്ദേഹം നിൽക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള നല്ല ധാരണ അദ്ദേഹം ഉടനടി ഉണ്ടാക്കേണ്ടതാണ്. എന്നിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് ഈ പാർട്ടിയിൽ നിന്ന് പിരിഞ്ഞു പോകാനാണെങ്കിൽ പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ ഇതിനകത്ത് നിൽക്കാനാണെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളുമായിട്ട് നിൽക്കണം. പിന്നെ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഹർഷൻ പറഞ്ഞത് കറക്റ്റാണ്. അതായത് അദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും ഒരു വരിയെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് കുറ്റം പറയാനില്ല. അടിയന്തരാവസ്ഥയെപ്പറ്റി വളരെ സമഗ്രമായിട്ടുള്ള ഒരു ലേഖനമാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അടിയന്തരാവസ്ഥയെപ്പറ്റി അദ്ദേഹം എഴുതുന്നത് ആദ്യമായിട്ടുമല്ല. അടിയന്തരാവസ്ഥയെപ്പറ്റി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്തെങ്കിലും പുതുതായിട്ടുണ്ടായതല്ല എന്നുകൂടെ നമ്മൾ കാണണം. അതായത് അദ്ദേഹത്തിൻ്റെ 1989 അദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ എഴുതുന്നത്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ശശി തരൂർ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ കൂടെയാണല്ലോ. അദ്ദേഹത്തിൻ്റെ ആദ്യ പൂർവാശ്രമം അങ്ങനെയായിരുന്നു. 1989 അദ്ദേഹം ദി ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ എഴുതുന്നത്. ദി ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എന്ന് വെച്ചാൽ മഹത്തായ ഇന്ത്യൻ നോവൽ എന്നും അർത്ഥമുണ്ട്, മഹാഭാരതം എന്നുകൂടെ അർത്ഥമുള്ളൊരു നോവലാണ്. അതൊരു സറ്റേറിക്കൽ നോവലാണ്. അത് നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ എന്ന് വെച്ചാൽ മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും തൊട്ട് തുടങ്ങി ഇങ്ങോട്ട് വരുന്ന, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന 89 വരെയുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തെ സർക്കാസ്റ്റിക്കായിട്ട് പരിശോധിക്കുന്ന ഒരു നോവലാണ് ദി ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ. അതിനകത്ത് 18 അധ്യായങ്ങളാണ് അതിനകത്ത് ആകെയുള്ളത്. അതിൽ 12, 13, 14 എന്നീ അധ്യായങ്ങളിൽ ഇന്ദിരാഗാന്ധിയെ നിശിതമായിട്ട് വിമർശിക്കുന്നുണ്ട്, അടിയന്തരാവസ്ഥയെ അതിനിശിതമായിട്ട് വിമർശിക്കുന്നുണ്ട്. അവിടെ ഇത് സർക്കാസ്റ്റിക്കായുള്ള നോവലാണല്ലോ. അവിടെ ഇന്ദിരാഗാന്ധി എന്ന് നമുക്ക് മനസ്സിലാക്കാനാകുന്ന ആ കഥാപാത്രത്തിൻ്റെ പേര് പ്രിയ ദുര്യോധനി എന്നാണ്. പ്രിയ ദുര്യോധനി എന്ന് പറയുന്നൊരു ക്യാരക്ടർ ഈ കുടുംബ രാഷ്ട്രീയവും കുടുംബം ഒരു രാജ്യത്തെ ആകെ പിടിച്ചു നിർത്തുന്നതും ഒക്കെയാണ് അതിൻ്റെ കഥ. ഞാൻ നോവൽ വായിച്ചിട്ടില്ല, ഞാൻ അതിൻ്റെ സംഗ്രഹം മനസ്സിലാക്കുകയും അതേപറ്റിയുള്ള ലേഖനങ്ങളും വായിച്ചിട്ട് മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പോൾ ഈ പ്രിയ ദുര്യോധനി, അവരുടെ മകൻ കർണൻ എന്നറിയപ്പെടുന്നത് സഞ്ജയ് ഗാന്ധിയാണ്. അപ്പോൾ ഇവർ ചേർന്നിട്ട് അടിയന്തരാവസ്ഥയെ നിശ്ചിതമായിട്ട്, അടിയന്തരാവസ്ഥയാണ് ഈ 18 പ്രത്യേകിച്ചും 13-ാം അധ്യായത്തിൽ അടിയന്തരാവസ്ഥ പ്രധാനപ്പെട്ട വിഷയമാകാണ്. അപ്പോൾ അങ്ങേയറ്റം നിശ്ചിതമായിട്ടുള്ള പരിഹാസത്തിന് ഈ പ്രിയ ദുര്യോധനിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ കർണൻ, സഞ്ജയ് ഗാന്ധി എന്ന് മനസ്സിലാക്കുന്ന ഈ മകൻ്റെ കഥാപാത്രത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് നിശിതമായിട്ട് വിമർശിക്കുന്ന ഒരു നോവലാണത്. ആ നോവലിലെ അധ്യായമാണത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും പുതുതായിട്ടുള്ളൊരു അഭിപ്രായം ഇപ്പോൾ വന്നതാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് എന്ന് നമ്മൾ ആരോപിക്കുക എളുപ്പമല്ല, ശരിയല്ലത്. കാരണം അടിയന്തരാവസ്ഥയോട് അദ്ദേഹത്തിന് അക്കാലം മുതൽ തന്നെ എതിർപ്പുണ്ടായിരുന്നു. ആ എതിർപ്പോടെയാണ് പക്ഷേ അദ്ദേഹം വന്ന് കോൺഗ്രസിൽ ചേർന്നത് എന്നത്, അതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രത്യേകമായിട്ട് പരിശോധിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അതായത് അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി എന്ന അവരുടെ ഏറ്റവും ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട നേതാവിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ സംഭവത്തെ നല്ല എതിർപ്പുണ്ടായിരുന്ന ഇദ്ദേഹം ശശി തരൂർ ആ എതിർപ്പോടെ തന്നെ വന്ന് കോൺഗ്രസിൽ 2009 വന്ന് ജോയിൻ ചെയ്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാഷ്ട്രീയമായിട്ട് എതിർപ്പുണ്ടെങ്കിലും ആ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഈ പദവികൾക്ക് വേണ്ടിയും മറ്റും പോകാൻ മടിയില്ലാത്ത ആളായിരുന്നു ശശി തരൂർ എന്ന് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു. ഇതിനെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളോട് നമ്മൾ ചേർത്ത് വെച്ച് നോക്കിയാൽ നമ്മൾ കാണുന്നത് എന്താണ്? അദ്ദേഹം ഇതിനു മുമ്പ് അടിയന്തരാവസ്ഥ എതിർത്തതെന്ന പോലെ അദ്ദേഹം ഇതിനു മുമ്പ് നരേന്ദ്രമോദിയെയും BJP സർക്കാരിനെയും RSSന്റെ നയങ്ങളെയും ഒക്കെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ആ വിമർശം അദ്ദേഹത്തിന് BJPയിലേക്ക് പോകാൻ തടസ്സമല്ല എന്ന് ആ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ മറ്റൊരു അധ്യായത്തിൽ നമ്മളിപ്പോൾ പഠിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ശശി തരൂർ ഇന്നല്ലെങ്കിൽ നാളെ അധികം വൈകാതെ BJPയിലേക്ക് പോകും. അതിനുള്ള ഗ്രൗണ്ട് അദ്ദേഹം ഒരുക്കുകയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ആക്ട് ചെയ്യുന്നത്, ഞാനും ഹർഷനും എഴുതിയാൽ ഒരു ലേഖനം എഴുതിയാൽ എങ്ങനെ ഉണ്ടാകുമോ അതുപോലെയാണ് ശശി തരൂർ എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഡബിൾ റോൾ അദ്ദേഹം വിചാരിക്കുന്നത്, ഇപ്പോൾ ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ്, സിൻഡിക്കേറ്റ് ചെയ്യാൻ പോകുന്ന ലേഖനത്തിൽ ഞാനിതാ അടിയന്തരാവസ്ഥയെ മാധ്യമപ്രവർത്തകനായിട്ട് നിന്ന് വിലയിരുത്തുകയാണെന്നാണ്. അതായത് അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട്, മുതിർന്ന ആളാണ്, അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച ആളാണ്, പലതവണ MP ആയിട്ട് പല സ്ഥാനങ്ങളിൽ ഇരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പൊസിഷൻ ഏതാണ് എന്ന് നിർണ്ണയിക്കാനുള്ള പ്രായവും കാലവും അദ്ദേഹത്തിനായിട്ടുണ്ട്. നിങ്ങൾ കോൺഗ്രസ്സുകാരനാണോ? കോൺഗ്രസ്സുകാരനായിട്ട് നിൽക്കൂ. നിങ്ങൾ BJPക്കാരനാണോ? BJPക്കാരനായിട്ട് നിൽക്കൂ. നിങ്ങൾ അടിയന്തരാവസ്ഥയെ വിശകലനം ചെയ്യുന്ന മാധ്യമപ്രവർത്തകനാണോ? എന്നാൽ അതായിട്ട് നിൽക്കൂ. നിങ്ങൾ നോവലിസ്റ്റാണോ? നോവലിസ്റ്റായിട്ട് നിൽക്കൂ. നിങ്ങളുടെ പണി നിശ്ചയിക്കൂ, നിങ്ങളുടെ രാഷ്ട്രീയം എവിടെയാണെന്ന് നിശ്ചയിക്കൂ. നിങ്ങളുടെ നേതാവ്
നേതാവ് നരേന്ദ്രമോദിയാണെങ്കിൽ നരേന്ദ്രമോദി, നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി ആണെങ്കിൽ രാഹുൽ ഗാന്ധി. അല്ലാതെ ഇന്നലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി, നാളെ BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ പോകുന്ന ആളെന്ന മറ്റുള്ള ഇമാതിരി കളി ഇദ്ദേഹം നിർത്തേണ്ടതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ ഒരു കൗതുകകരമായ വശം സനീഷി പറഞ്ഞു തുടങ്ങിയ വിഷയമുണ്ടല്ലോ. അതായത് മുമ്പ് ഇദ്ദേഹം അതിനിശിതമായി രൂക്ഷമായി ഇന്ദിരാഗാന്ധിയെ അടക്കം വിമർശിച്ചിരുന്നു എന്ന കാര്യങ്ങൾ ശശി തരൂർ ഇവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്ന ഘട്ടത്തിൽ ആരുടെ തരൂർ എന്ന ചോദ്യവുമായി അഷ്റഫ് കടയ്ക്കൽ, എഴുത്തുകാരനും അധ്യാപകനും ചരിത്ര നിരീക്ഷകനും ഒക്കെയായ അഷ്റഫ് കടയ്ക്കൽ അതിനെക്കുറിച്ച് മാധ്യമപത്രത്തിൽ ലേഖനം എഴുതിയിരുന്നു. ആരുടെ തരൂർ എന്നുള്ള ചോദ്യവുമായിട്ട്. അതിന് രൂക്ഷമായ ആക്രമണമാണ് അഷ്റഫ് കടയ്ക്കൽ അന്ന് നേരിട്ടത്. കാരണം അന്ന് കോൺഗ്രസിലേക്ക് വരികയാണ്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി വരികയാണ്. അങ്ങനെ ഒരാളെക്കുറിച്ച് ഈ സംശയങ്ങളെ അദ്ദേഹം ഉന്നയിച്ചുള്ളൂ. ഈ അഷ്റഫ് കടയ്ക്കൽ ഉന്നയിച്ചത് ഈ സംശയങ്ങളൊക്കെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ തരൂരിൻ്റെ പുതിയ ചാട്ടം കണ്ടപ്പോൾ അഷ്റഫ് കടയ്ക്കൽ അത് വീണ്ടും ഫേസ്ബുക്കിൽ പങ്കുവച്ചത് ഞാൻ വായിച്ചു. അതുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം അത് എഴുതിയിട്ടുണ്ട്. അന്ന് ഞാൻ ചോദിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സംശയങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഈ സനീഷ് പറയുന്ന കാര്യങ്ങളും. അതായത് വേണമെങ്കിൽ ഈ വിമർശനങ്ങളെയൊക്കെ മാറ്റിവെച്ച് രാഷ്ട്രീയമായി സഹകരിക്കാൻ, അല്ലെങ്കിൽ അത്തരം താല്പര്യങ്ങൾക്ക് വേണ്ടി സഹകരിക്കാനുള്ള ഒരു ചിന്ത അത് ശശി തരൂരിനുണ്ട് എന്ന് തന്നെയാണ് അതിൽ നിന്ന് കൂടുതൽ വ്യക്തമാവുന്നത്. പക്ഷേ ഇതിൽ കോൺഗ്രസിൻ്റെ ഒരു കാര്യത്തിൽ, ഇതിലെ ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വന്ന് നോക്കുമ്പോൾ ശശി തരൂർ പറഞ്ഞ കാര്യത്തിന് കേരളത്തിലും വലിയ പിന്തുണ കിട്ടിയിരുന്നു കോൺഗ്രസ് പൊളിറ്റിക്സിൽ. കാരണം തുടർച്ചയായ പരാജയങ്ങൾ, ഒരു വ്യക്തമായ വീക്ഷണമില്ലാത്ത നേതൃത്വം, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് അദ്ദേഹം പറയുമ്പോൾ അതിനാരൊക്കെ ഇവിടെ കേരളത്തിൽ ഒരു ഗ്രൂപ്പ് തന്നെ അദ്ദേഹം ഉണ്ടാക്കിയില്ലേ? ഇപ്പോൾ ഇവിടുന്ന് ഹൈബി ഈഡൻ പിന്തുണ കൊടുത്തിരുന്നു ഒരു ഘട്ടത്തിൽ, ലീഗ് വലിയ പിന്തുണ കൊടുത്തിരുന്നു, MK രാഘവൻ വലിയ പിന്തുണ കൊടുത്തിരുന്നു, കെ സുധാകരൻ പിന്തുണ കൊടുത്തിരുന്നു, അപ്പുറത്ത് ശബരിനാഥൻ പിന്തുണ കൊടുത്തിരുന്നു. ഇങ്ങനെ ഒരു വേണമെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്തുന്ന ഒരു ഗ്രൂപ്പും ആ മുന്നണിയിൽ തന്നെ ഒരു പേരും ഉണ്ടാക്കിയിരുന്നു അദ്ദേഹം. എവിടെയാണ് അദ്ദേഹത്തിന് വാളിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വഴി ശരിയായിരിക്കും, അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾക്ക് അദ്ദേഹം തീരുമാനിച്ച വഴി ഇതായിരിക്കും. പക്ഷേ അന്നേരമൊക്കെ അദ്ദേഹം പറയുന്നത് എന്താണ്? കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും കോൺഗ്രസിലിപ്പോൾ സ്റ്റാറ്റസ് കോ പൊളിക്കേണ്ടതുണ്ട് എന്നതാണ് ദേശീയ നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ട്, ഹൈക്കമാൻഡ് സങ്കല്പത്തെ തന്നെ വിമർശിച്ചുകൊണ്ട് അന്ന് ശശി തരൂർ പറഞ്ഞത്. അപ്പോൾ ആ നിലയ്ക്ക് കോൺഗ്രസ്സുകാർക്കെല്ലാം ഈ വിമർശനം നേതൃത്വത്തിനെതിരെ വേണമെന്ന് തോന്നിക്കുന്ന വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ അങ്ങനെ ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കുന്ന, അല്ലെങ്കിൽ ഈ ഗാന്ധി കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന ഒരാളല്ലാതെ ഒരാൾ മത്സരിക്കുകയും ഇത്രയും അധികം വോട്ടുകൾ നേടുകയും ചെയ്തതും ചരിത്രമായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് വലിയ അംഗീകാരം കോൺഗ്രസിനുള്ളിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് അദ്ദേഹത്തിന് അതായത് അദ്ദേഹത്തിനെതിരെ ഒരു പ്രതികാര നടപടി എന്നോണം പാർലമെൻറ്റിൽ വേണ്ട പ്രാതിനിധ്യം അദ്ദേഹത്തിന് കൊടുക്കുന്നില്ല, അദ്ദേഹത്തിന് അവസരങ്ങൾ കൊടുക്കുന്നില്ല, അദ്ദേഹത്തെ പ്രവർത്തക സമിതി അംഗം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ കേൾക്കുന്നില്ല, കേരളത്തിലെത്തിയാൽ അവഗണനയുടെ അങ്ങേയറ്റം, ഇതൊക്കെയാണ് അദ്ദേഹത്തിന് പറഞ്ഞു വയ്ക്കാനുള്ളത്. ഒരുപക്ഷെ അത് ശരിയായിരിക്കാം. അങ്ങനെയുള്ള ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അടുത്ത വഴി തേടുക എന്നത് മാത്രമേ മുന്നിലുള്ള മാർഗ്ഗമുള്ളൂ. ചിലപ്പോൾ അതുകൂടി ഉണ്ടാവാം. പിന്നെ ഒരു കാര്യം സനീഷ് പറഞ്ഞത്, കേരളത്തിലുള്ള നേതാക്കൾക്ക് ചുമ്മാ അങ്ങ് അംഗീകരിക്കാനും പറ്റില്ല. കാരണം ഇവിടെ കെ മുരളീധരൻ പറഞ്ഞതുപോലെ ഇവിടെ വിറക് കെട്ടുന്നവരും വെള്ളം കോരുന്നവരുമായിട്ട് ഒത്തിരി പേരുണ്ട്. അപ്പോൾ വെറുതെ ഇങ്ങനെ കെട്ടിയിറക്കി ഒരു നേതാവ് ഇവിടേക്ക് വന്നു, ആ നേതാവ് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ആവാൻ തയ്യാറെടുക്കുന്നു എന്നൊക്കെ ചർച്ചയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ശരിയല്ല. പിന്നെ വേറൊന്ന്, അത് നമ്മൾ ഇന്നലെ ഈ വിഷയം എടുത്തതാണ്, പക്ഷേ വിശദമായി പറഞ്ഞു പോകാത്ത ഒന്നാണ് ഈ സർവേ നടത്തുന്ന ഏജൻസികൾ. ഇനി അങ്ങോട്ട് കേരളം കാത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയ്ക്ക് സർവേ ഫലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കും. അത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സർവേ ഫലങ്ങളായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തീർച്ചയായും. അത് മാത്രമല്ല, കേരളം ഈ സോഷ്യൽ മീഡിയയിലെ തന്ത്രങ്ങൾ ഭീകരമായി സംഭവിക്കാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് വരാനിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആ നിലയ്ക്കുള്ള സോഷ്യൽ മീഡിയ ഇടപെടലുകൾ ഉണ്ടാവും. അതുവഴി പലതരത്തിലുള്ള സർവേ റിപ്പോർട്ടുകളും വരും. ഇത് 99% ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവരൊക്കെ എവിടുന്ന് ഈ സർവേയുടെ ആധികാരികത എന്താണ്? അതേക്കുറിച്ച് ഞാൻ നോക്കുമ്പോൾ ഒരു വിശദീകരണവും ഇല്ല. എങ്ങനെയാണ് ഈ സർവേ, ആരുടെ എത്ര സാമ്പിൾ എടുത്തു, എത്ര സാമ്പിളിൽ നിന്നാണ് ഈ വിവരങ്ങൾ കിട്ടിയത്, ആ ഒരു കാര്യവുമില്ല. വെറുതെ പറയുമ്പോൾ വിശ്വപൗരനാണ്, മുടിഞ്ഞ ഇംഗ്ലീഷും മുടിഞ്ഞ ബുദ്ധിയൊക്കെയാണ്, പക്ഷേ ഇമാര് ഡൂക്കിൽ സർവേ എടുത്തിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അതാണ് അതിൻ്റെ പ്രശ്നം. വിപുലമായ പദസമ്പത്തുള്ള ആളാണ് ശശി തരൂർ. അറിയുന്ന വാക്കുകൾ അളന്ന് തൂക്കി ഉപയോഗിക്കാൻ അസാമാന്യ ചാതുര്യമുള്ളയാളും. അടിയന്തരാവസ്ഥ കാലത്തെ പറ്റി തരൂർ ഇങ്ങനെ എഴുതി: ഇന്ദിരാ സർക്കാർ പൗരസ്വാതന്ത്ര്യം ഇല്ലാതാക്കി,
വിയോജിച്ചവരെ എല്ലാം തടവിലിട്ടു. തടങ്കൽ പീഡനങ്ങളും കസ്റ്റഡി കൊലകളും അവരുടെ കാലത്ത് പതിവായി. ഇന്ദിരയുടെ മകൻ സഞ്ജയ് അക്രമ വഴിയെ നിർബന്ധിത വന്ധ്യംകരണം നടപ്പാക്കി. ചേരികൾ പൊളിച്ച് ആയിരങ്ങളെ വീടില്ലാത്തവരാക്കി. അതേ ലേഖനത്തിൽ അടിയന്തരാവസ്ഥയുടെ പാഠങ്ങൾ ഇന്നും ആശങ്കയുണ്ടാക്കും വിധം പ്രസക്തമായി തുടരുന്നുവെന്ന് മോദി ഭരണകൂടത്തിനെതിരെയും തരൂർ വ്യംഗ്യത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് വ്യംഗ്യത്തിൽ പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ മോദി സർക്കാരിനെതിരെ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ എപ്പോഴും സംശയവും നിലനിൽക്കുകയാണ്. പക്ഷേ ആ വിമർശനത്തിന് ഇന്ദിരയ്ക്കെതിരെ ഉപയോഗിച്ച വാക്കുകളുടെ മൂർച്ചയില്ല എന്നതുകൊണ്ട് തന്നെ ശശി തരൂരിന് ഇനി എങ്ങോട്ട് വേണമെങ്കിലും വഴുതാം. ഒരു നയതന്ത്രജ്ഞൻ്റെ എല്ലാ ചാതുര്യവും സാരല്യവും വിമർശനത്തിന് തരൂർ ഉന്നയിച്ച ഭാഷയിലുണ്ട്. തരൂർ എന്താണ് ലക്ഷ്യമിടുന്നത്, എങ്ങോട്ടാണ് ഈ പുറപ്പെട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്ന് തരൂരിന് മാത്രം അറിയാം. അതേതായാലും കോൺഗ്രസിന് എതിർദിശയിലാണെന്നും BJP-യിലേക്ക് അല്ലെന്നും മാത്രം ഈ സമയത്ത് നമ്മൾ ആഗ്രഹിച്ചു പോകാം എന്നുള്ളതിനപ്പുറത്ത് എന്താണ് സംഭവിക്കുക എന്നത് നമുക്ക് ഒരുമിച്ച് കാത്തിരുന്ന് കാണാം.